ചരിത്ര പശ്ചാത്തലം നമ്മൊരു പരിശോധനയ്ക്ക് വിധേയാക്കിയാൽ 2 രാജാക്കന്മാർ കേരളം ഭരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് സാമൂതിരി മഹാരാജാവും ഒന്ന് കോലത്തിരി മഹാരാജാവും. ഈ രണ്ടാളും 2 തലങ്ങളിൽ നിൽക്കുന്ന 2 രാജാക്കന്മാരാണ്. അതിൽ മഹാനായ സാമൂതിരി മഹാരാജാവ് കഥകളിയെക്കുറിച്ചും അതുപോലെ മറ്റ് ചില ചെറിയ ചെറിയ കഥകൾ അതിന് പറയാൻ തുള്ളൽ ഇങ്ങനെയുള്ള കുറേ കഥകൾ അയാളുണ്ടാക്കി. കുഞ്ചൻ നമ്പ്യാർ ഓട്ടം തുള്ളലുണ്ടാക്കി. ആ സമയത്താണ് കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പേ കോലത്തിരി മഹാരാജാവ് തെയ്യത്തെക്കുറിച്ച് ഒരു ചരിത്ര പശ്ചാത്തലം രചിക്കുകയും അത് അയാൾ നടപ്പിലാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു രാജാവ്. അങ്ങനെ കോലത്തിരിയുടെ ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ ശ്രീ കൃഷ്ണപ്പാട്ട് ഒരു ചരിത്ര പുസ്തകമുണ്ട്. കൃഷ്ണപ്പാട്ട് എഴുതാൻ പറഞ്ഞതും ഇതേ കോലത്തിരി തന്നെ. കോലഭൂവസ്യ ആജ്ഞയാൽ എന്നാണ് കൃഷ്ണപ്പാട്ടിലെ ആദ്യ വരി തന്നെ. കോലത്തിരി മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ കൃഷ്ണഗാഥ എഴുതുന്നയാൾ പറയും പോലെ തന്നെ ഇതേ കോലത്തിരിയാണ് തെയ്യത്തെക്കുറിച്ചും ചരിത്ര പശ്ചാത്തലം ഒരുക്കിയത്. ആ കോലത്തിരി മഹാരാജാവിന്റെ ആജ്ഞ കേട്ടതിന്റെ ശേഷമാണ് ഇവിടെ കരിവള്ളൂർ താമസിക്കുന്ന വണ്ണാൻ സമുദായത്തിൽപ്പെട്ട അയാളുടെ പേര് മണക്കാടൻ കുരുക്കൾ എന്നാണ്. എല്ലാവരും പറയല് മണക്കാടൻ കുരുക്കളാണ്. അയാളിപ്പോൾ സമാധി ഇരുന്നൊരു സ്ഥലം മണക്കാടുണ്ട്, കുരുക്കളാടിയുണ്ട് കരിവള്ളൂര്. ആ കുരുക്കളാണ് ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് തെയ്യങ്ങൾക്കുള്ള നടനങ്ങള്, നാട്യങ്ങള്, ആഭരണങ്ങള്, മുഖത്തെഴുത്തുകള്, തോറ്റങ്ങള്, അതുപോലെ ആറ്റങ്ങളെല്ലാം തയ്യാറാക്കി ഒരു രൂപകൽപ്പന നൽകി തെയ്യക്കാർക്ക് സമർപ്പിച്ചത് കരിവള്ളൂരിലെ മണക്കാടൻ കുരുക്കളാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. മാമൊഴി അങ്ങനെ. ഇനി എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തെളിവിനായി തരാൻ ഒരു ചരിത്ര പുസ്തകവും എൻ്റെ ഇല്ല. ആ കുരുക്കൾ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ ആ മഹാനായ വ്യക്തി കാണിച്ചു തന്നെ തെയ്യത്തിന്റെ പശ്ചാത്തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വടക്കേ മലബാറിൽ കോഴിക്കോടിന്റെ കോരപ്പുഴ മുതൽ ഇങ്ങോട്ട് മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിലുള്ള തെയ്യം കലാകാരന്മാർ തെയ്യം കെട്ടുകയും ആ തെയ്യത്തിന്റെ ഇതിവൃത്ത രചനകളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കൂടുതൽ വലിയ വിവരങ്ങളൊന്നും വേണ്ടത്രയില്ലാത്ത ഒരു ചെറിയ സാധാരണക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ പറയുമ്പോൾ ചില പോരായ്മകൾ വന്നേക്കാം. അതെല്ലാം ബഹുമാന്യരായ നല്ലവര് ക്ഷമിക്കണം എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.